പ്രശാന്ത, പുതിയ ആരോപണങ്ങളാണ് ഹേമ കമ്മീഷനിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹേമ കമ്മീഷനിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നടി ഷക്കീലയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പ്രേക്ഷകരിൽ കുറച്ച് പേരെങ്കിലും മുഖം ചുളിക്കുകയോ ഊറിച്ചിരിക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഷക്കീലയുടെ വാതിലിൽ മുട്ടിയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. കാരണം ഷക്കീലയെ നമ്മുടെ സമൂഹം അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു പോൺ സ്റ്റാർ മാനസാന്തരപ്പെട്ട് ബോളിവുഡ് ആക്ട്രസ് ആയപ്പോൾ സണ്ണി ലിയോൺ ഒന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ പുറകെ ഇവിടെയുള്ള യുവത്വം ഓടും. എന്നാൽ ഷക്കീല എന്ന് കേൾക്കുമ്പോൾ അയ്യേ ഷക്കീലയോ എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് നമുക്കിന്നിവിടെ ഉള്ളത്. ഷക്കീലയെ അങ്ങനെ നമ്മൾ കാണേണ്ടതുണ്ടോ? ഷക്കീല വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത്തരത്തിൽ ഷക്കീലയെ നമ്മൾ ഒരു മോശപ്പെട്ട ഒരു മനോഭാവത്തോടു കൂടി കാണേണ്ടതുണ്ടോ? ഷക്കീല എന്താണ് പറയുന്നത്? അങ്ങനെ കാണേണ്ടതേ ഇല്ല. മോശപ്പെട്ട ഒരു മനോഭാവത്തോടുകൂടി ആൾക്കാരെല്ലാം കാണുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്ന കഥകളും അവരുടെ കഥകളുമായിട്ട് നോക്കുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി ഒരു വേഷം എടുത്തിടുന്നു. അവരുടെ ശരീരം എക്സ്പോസ് ചെയ്താൽ പൈസ കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ പൊതുജനത്തെ പരസ്യമായിട്ട് കാണിച്ച് അവരുടെ ശരീരം അല്ലെങ്കിൽ കാണിച്ച് അത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുന്നു. എന്നിട്ട് മാന്യമായിട്ട് ആ പൈസ കൊണ്ട് മാന്യമായിട്ട് ജീവിക്കുന്നു. നമ്മളിപ്പോൾ കേൾക്കുന്ന കഥകൾ എന്തൊക്കെയാണ്? മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പൊതുജനത്തിന്റെ മുമ്പിൽ കൂടെ നടക്കുന്നു, ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നു. അപ്പം ഷക്കീലെ നമ്മൾ ആ രീതി നോക്കുമ്പോൾ ഷക്കീലെ ബഹുമാനാർഹയാണ് പൂട്ടുപൂജിക്കണം. ഇപ്പൊ ഇവര് വെളിപ്പെടുത്തിയിരിക്കുന്നത് മോഹൻലാൽ, മമ്മൂട്ടി, സിദ്ദിഖ്, മുകേഷ് ഒക്കെ തന്നെയാണ് പവർ ഗ്രൂപ്പ്. എനിക്കറിയാം, ഞാൻ പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവരായിരുന്നു അന്നും പവർ ഗ്രൂപ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും അവർ തന്നെയാണ് എൻ്റെ അറിവിൽ പവർ ഗ്രൂപ്പ്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ സിനിമയിൽ ഏതാണ്ട് കലാവൻ പണി അഭിനയിച്ച ഒരു സിനിമ ഇവരുണ്ടായിരുന്നു. ഇവർ വേലക്കാരുടെ വേഷമാണ്, വേലക്കാരുടെ വേഷം. അതിനകത്ത് രൂപശ്രീ എന്ന് പറയുന്നതാണ് മെയിൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഇവർ താമസിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റിൽ മറ്റേ രൂപശ്രീ താമസിക്കുന്നു. ഇവരുടെ അനിയനുണ്ട്, പിന്നെ ഡ്രൈവറുണ്ട്. അപ്പോൾ രാത്രി ഒരു 12 മണി 12:30 ആയപ്പം ഭയങ്കര ബഹളം അപ്പുറത്തെ റൂമിൽ നോക്കിയപ്പം ആ റൂം തുറക്കാൻ വേണ്ടി ഒരുത്തം വന്ന് കിടന്ന് 1-2 പേര് വന്നിരുന്ന് ബഹളം വയ്ക്കുകയാണ്. അവസാനം ഇവരിറങ്ങി അവരെ പറഞ്ഞു വിട്ടു. ഈ നടിയുടെ ധൈര്യമുണ്ട്, ഈ നടിയുടെ റൂം പൂട്ടി. എന്നിട്ട് അവർ പറയുന്നുണ്ട്, പകല് ഞാനൊരു പാവം പിടിച്ച ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കത്ത് പോലും ഇല്ല, എന്നെ കണ്ട മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല. എന്നിട്ട് അവരെ വെളുപ്പിനെ വണ്ടി കയറ്റി വിട്ടു. എന്ന് വെച്ചാൽ രാത്രിയിൽ കഥകിൽ മുട്ടുന്നു എന്ന് KMR റിപ്പോർട്ടിൽ വന്ന റിപ്പോർട്ട് കറക്റ്റാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ അന്ന് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തുണി മാറിയിട്ടുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്ന സബ് ആർട്ടിസ്റ്റുകൾ മറച്ചു പിടിച്ച് തുണി മാറിയിട്ടുണ്ട്. അതിനുള്ള സാഹചര്യമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം ക്യാരവണുണ്ട്. ക്യാരവൺ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയാം. ക്യാരവൺ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു, ഉറങ്ങാൻ ഉപയോഗിക്കുന്നു, സെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ട് ശരിയാണെന്ന് തന്നെയാണ് ഷക്കീല പറയുന്നത്. മനസ്സിലായി. അല്ലാതെ ഇതിനകത്ത് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ വലിയ ആളുകളായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും അന്നും അവരാണ് നിയന്ത്രിക്കുന്നത്. ഇതിനകത്ത് സാധാരണക്കാരൻ എന്നും സാധാരണക്കാരൻ. അതുപോലെ തന്നെ ഈ മുട്ടിയതാരാണെന്ന് അവർ ന്യൂസ് 18 കൊടുത്ത ഇൻ്റർവ്യൂ മുട്ടിയതാരാന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പ്രൊഡ്യൂസറാണ്. അപ്പോൾ പ്രൊഡ്യൂസർമാർ ഒരാളെ ഉള്ളത്തുള്ളൂ. ഓരോ ദിവസവും ഓരോ പ്രൊഡ്യൂസറാണ് അവരെന്ന് പറഞ്ഞത്. ആദ്യമേ മെയിനേ ഒരു പ്രൊഡ്യൂസർ വരും. ആ പ്രൊഡ്യൂസർ പിറ്റേന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വേറൊരാളെ കൊണ്ടുവരുമ്പോൾ ആ പറയും എൻ്റെ പാർട്ണറാന്ന് പറയും. ഇങ്ങനെ 10, 12, 15 പ്രൊഡ്യൂസർമാരാണ് വരുന്നത്. ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് ഇതിനകത്ത് അഭിനയിക്കുന്ന പാവം പിടിച്ച ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളില്ല എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ധനുഷ് ചോദിച്ച പോലെ ഷക്കീല എന്ന് പറയുന്ന സ്ത്രീ പൊതുസമൂഹത്തിൽ അവർ വളരെ മോശക്കാരിയാണ്. അല്ല, ഇതിന്റെ താഴെയുള്ള കമന്റുകളുണ്ടല്ലോ, ഷക്കീലല്ലേ പറയുന്നത്, ആര് വിശ്വസിക്കാതെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഷക്കീല അപ്പോൾ ഷക്കീല എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് കിട്ടുന്ന ചെറിയ ഇതുപോലെ വേലക്കാരുടെ റോളുകൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സെക്സ് വർക്കിൽ നടക്കുന്ന ഒരു സ്ത്രീയുടെ ജോലി, അത് അഭിനയത്തിൽ മാത്രമേ ഉള്ള ആ സ്ത്രീ അങ്ങനെയെന്നാണ് നമുക്ക് മിക്കവാറുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റി കാണുമ്പോൾ മനസ്സിലാവുന്നത്. ആ പൈസ കൊണ്ട് അവർ നല്ല ജീവിതമാണ് നയിക്കുന്നത്. നേരത്തെ നമ്മുടെ ഇതുപോലെ ഒരു ക്യാബറയൊക്കെ കഴിക്കുന്ന ഒരു സെക്സ് നടി ഉണ്ടായിരുന്നവരുടെ പേര് സിൽക്ക് സ്മിത. അവരുടെ ഇതിനകത്ത് പ്രാവശ്യം അവർ ആത്മഹത്യ ചെയ്തത് വായിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഇത്തരത്തിലുള്ള നടിമാരെല്ലാം ഒരു ട്രാജിക് ലൈഫായിട്ട് ആത്മഹത്യയിലേക്ക്. കാരണം അവർ നല്ല കുടുംബജീവിതം നയിക്കണം. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ നല്ലൊരു കുടുംബജീവിതത്തോട് അതിയായിട്ടുള്ള താല്പര്യമാണ്. പക്ഷേ ഇവരെ സമീപിക്കുന്ന ആൾക്കാരെല്ലാം ഈ ലൈംഗിക താല്പര്യത്തോടു കൂടി. കാരണം അവർക്ക് അങ്ങനത്തെ അവരൊരിക്കലും ഒരു തെറ്റായ ജീവിത രീതിയിൽ പോയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. സിനിമയിലാണെങ്കിലും സിനിമയിലൊക്കെ തന്നെ ഈ കുറഞ്ഞ വേഷത്തിൽ അല്ലെങ്കിൽ ക്യാമറ ഡാൻസ് കളിക്കുന്ന അവരെ പറ്റി ഉള്ള ശരീരം കാണിച്ച് ഇതുപോലെ ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അവർ റിയൽ ലൈഫിൽ എപ്പോഴും സാരിയും അതുപോലുള്ള
വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അവർക്കത് ഉപയോഗിക്കാൻ എന്നിട്ട് നല്ലൊരു കുടുംബജീവിതവും നല്ലൊരു ജീവിതവും ഒക്കെ അവർ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ പലരും സമീപിച്ചു. എല്ലാവരും ആ സമീപിക്കുന്നവർ എൻ്റെ പണത്തിന് വേണ്ടിയാണ് എന്നെ സമീപിച്ചത്, എന്നെ ശരീരത്തിന്, എന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയി. അവസാനം ആ ഒരു ഇതിൽ നിന്ന് അവർ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തതായിട്ടുള്ള ഒരു ജീവിതം അവരുടെ ഞാൻ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതല്ല ലോകം, സിനിമാ ലോകം നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ലെന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. അത് ചില ആൾക്കാരുടെ കൃത്യമായ വെളിപ്പെടുത്തലോടുകൂടി എല്ലാം ശരിയാണെന്നുള്ള രീതിയിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഷക്കീല ഇതിൽ പറയുന്നത്, എക്സാക്ട് ഷക്കീല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അവരുടെ വാക്കുകൾ, ഒരു സിനിമ അതിൻ്റെ പേരറിയില്ല, ആ സിനിമയിൽ കലാഭവമണി ഉണ്ടായിരുന്നു, ഒരു വീട്ടുജോലിക്കാരിയുടെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്, രൂപശ്രീ ആയിരുന്നു നായിക, അവളുടെ ഓപ്പോസിറ്റ് മുറിയിലായിരുന്നു ഞാൻ, അവർ എൻ്റെ അടുത്തൊരു ഹായ് പോലും പറയില്ല, ഞാനും എൻ്റെ അനിയനും മേക്കപ്പ് മാനും ഒക്കെ ചീട്ട് കളിക്കുകയായിരുന്നു രാത്രി 12-12:30 ആയപ്പോൾ ആരോ വാതിലിന് മുട്ടുന്നു, എടി വെളിയിൽ വാടി എന്ന് പറഞ്ഞാണ് മുട്ടുന്നത്, ഞങ്ങൾ വാതിൽ തുറന്നു, രൂപശ്രീയുടെ വാതിലാണ് മുട്ടുന്നത്. അല്ല, ഈ മുട്ടുന്നത് ഓക്കെ, അപ്പോൾ ഒച്ചത്തിൽ വിളിക്കുകയാണ്, എടി വെളിയിൽ വാടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇത് കേട്ടിട്ടാണ് ഈ പുള്ളിക്കാരി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നതെന്ന് പറയാം. അപ്പോൾ ചേട്ടൻ ഒന്ന് ആലോചിക്കുക, ഭീകരത. അതായത് ഒരു നടിയുടെ റൂമിൽ മുട്ടുക മാത്രമല്ല, എടി വെളിയിലിറങ്ങി വാടിയെന്ന് ഒച്ചത്തിൽ നിലവിളിക്കുക കൂടെയാണ്. അതാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്, മുട്ടുക മാത്രമല്ല, തുറന്നില്ലെങ്കിൽ കഥവ് ചവിട്ടി പൊളിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുന്നത്. അവരുടെ കസ്റ്റഡിയിലല്ലേ ധനുഷ്? നമ്മൾ ഈ പറയുന്നത് ഒരു വലിയൊരു മാഫിയ തന്നെയാണ്, വലിയൊരു കോക്കസാണ്. അപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണല്ലോ ഈ നടന്മാരെല്ലാം. അവർ വലിയ മുതലാളിമാരും അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. അവരുടെ കീഴിലാവുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് രാത്രിയിൽ ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ രാത്രി ചെന്നിട്ട് കഥവിന് മുട്ടില്ല. ഇത് വേറൊരു സംഭവം. ഞാൻ അയാളോട് പോകാൻ പറഞ്ഞു, അപ്പം നീ ആരാടി, നീ ഇതിൽ വരരുതെന്ന് അയാൾ പറഞ്ഞു. അവസാനം ദേഷ്യപ്പെട്ടപ്പോഴാണ് അയാൾ പോയത്. ഷക്കീല അയാളോട് ദേഷ്യപ്പെട്ടപ്പോഴാണ് അയാൾ പോയെന്ന് പറയുന്നു. ഗസ്റ്റ് ഹൗസ് മുഴുവനും ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു ഷക്കീല. അങ്ങനെയാണ് ആ സ്റ്റോറി പോകുന്നത്. അതായത് എതിർത്താലും ഇവരെ പീഡിപ്പിക്കാനായിട്ട് തുനിഞ്ഞു വരികയാണ്. അത് അത്തരത്തിലുള്ള ഒരു മാഫിയ ഗ്യാങ്ങിന്റെ കയ്യിലാണ് സിനിമ എന്നുള്ളതാണ് അതിനകത്ത് ബോധ്യമാകുന്നത്. ഇതിന് ക്ലിയറായി പോയാൽ മതിയാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സിനിമ എടുക്കുന്നത് പോരാഞ്ഞ്, അതിനകത്തെ ലാഭവും നഷ്ടവും പോരാഞ്ഞിട്ട് അവരുടെ മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണിത്. ഇതായത് ഒരു മാഫിയ ഗ്യാങ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടെററിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമവും നിയമ സംവിധാനവും അല്ലെങ്കിൽ എല്ലാം അവരുടെ കസ്റ്റഡിയിൽ, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് നിയമം, അവർ പറയുന്നതാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കാണല്ലോ ഷക്കീൽ. അപ്പോൾ ഷക്കീലയ്ക്ക് ഈ പറയുന്ന എല്ലാവരും പുച്ഛിക്കുന്നെങ്കിൽ അവർക്ക് അതിനുള്ള ആർജവും കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ മുതലാളി എന്ന് പറയുന്നവനെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ആ റൂം പൂട്ടുന്നതിനും ആ സ്ത്രീയെ വെളുപ്പിനെ വണ്ടി വിളിച്ച് അവരുടെ വീട്ടിൽ തിരിച്ചു വിടുന്നതിനും സാധിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഈ ബലം പിടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് കഴിഞ്ഞാൽ ഇവർ പോവുകയാണ്, ഇവർ അഭിനയിച്ച് തീർന്നു, അവരുടെ റോളുകളും കാര്യങ്ങളും ഒക്കെ തീർന്നു. അപ്പം അത് അന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇവള് പോവും. അപ്പം അന്ന് വെളുപ്പിനെ കയറ്റി വിട്ടത് കൊണ്ടാണ് അവർ അഭിനയിക്കാനുള്ളതെല്ലാം കഴിഞ്ഞു. പിന്നെ ഡബിങ്ങോ കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ, അത് വേറെ സേഫായിട്ട് വന്ന് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വന്നില്ലെങ്കിലും അത് വേണ്ടതെങ്കിൽ തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പം ധനുഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചുമ്മാതെ അല്ലെങ്കിൽ നിയമവും ഇല്ലയോ മറ്റു കാര്യങ്ങളില്ലയോ, നിങ്ങൾക്ക് പരാതിപ്പെട്ട മതിയല്ലോ എന്നൊക്കെ പലവട്ടപ്പോഴും പല ടോക്ക് ഷോകളിലും നമ്മൾ ചോദിക്കുമ്പം എല്ലാം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പലരും പരാതിപ്പെടാൻ പോകത്തില്ല, അല്ലെങ്കിൽ അവരുടെ മാനം കൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കും 90%. അതുകൊണ്ടാണ് ഇത് പിന്നെ ആവർത്തിക്കുന്നത്. ചില ആൾക്കാർ മാത്രമേ തൻ്റെ ഇടമായിട്ട് പരാതിപ്പെടത്തുള്ളൂ. ഇപ്പം തന്നെ സിദ്ദിഖിൻ്റെ പേരിലൊരു പെൺകുട്ടി പരാതിപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി മോശക്കാരിയായി തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്? അവൾ വിചാരിച്ചു ഇനി എനിക്ക് സംഭവിച്ചു, ഞാൻ നാണം കെട്ടാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് സംഭവിക്കരുത്, ചർച്ചയാവണം, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ആവണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ പരാതിപ്പെട്ടത്. അത് തൻ്റെ ഇടത്തിൻ്റെ ഭാഗം നിന്നേ പരാതിപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ ഷക്കീൽ എവിടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ മാനം ഒന്നും പോകത്തില്ലേ? കാരണം ഷക്കീൽ വിചാരിക്കുക എനിക്കെന്താ വേണം, എന്നെ ഇനി കയറി പിടിച്ചാലോ എന്ന് വെച്ചാൽ അവർ വരയ്ക്കാതിരുന്നാലോ. അപ്പോൾ ഇത്തരത്തിൽ ധൈര്യമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ധൈര്യമുള്ള പെൺകുട്ടികളൊക്കെ ചില കാര്യത്തിന് അവർ തന്നെത്താനെ മോശമായിക്കൊണ്ടേ ബാക്കി ചില സമൂഹത്തെ രക്ഷിച്ചെടുക്കാനൊക്കത്തുള്ളൂ. അതിനകത്തൊരു ഫാക്ട്, വണ്ടിയെ കയറി ഉപദ്രവിക്കുന്നവരുണ്ട്. മിക്കവാറും ഒരു 90% സ്ത്രീകളും മിണ്ടാതെ നിൽക്കും. ചില സ്ത്രീകൾ മാത്രം തിരിഞ്ഞു നിന്ന് അടി കൊടുക്കും. ആ ഒരു കാരണം കൊണ്ട് നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് നിന്നവൻ ആ ഒരു പ്രശ്നത്തോടു കൂടി ഒന്നെങ്കിൽ ജയിലിലാവും, അല്ലെങ്കിൽ അടി കൊടുത്ത് പിന്നെ ആ പണി നിർത്തും. ഇങ്ങനെ ചില കാര്യങ്ങൾക്കകത്ത് ആൾക്കാർ പ്രതികരിച്ച് വന്നാൽ മാത്രമേ, അവർക്ക് ഒരുപക്ഷെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും. ഇപ്പോൾ ധനുഷ് ഒരു കാര്യത്തിനകത്ത് പ്രതികരിക്കുമ്പോൾ ചില ആൾക്കാർ ഇയാൾക്ക് എന്താണ് ഇയാളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു, ചിലർ പറയും പിന്നെ അയാളുടെ കാര്യം നോക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യം വരും. പക്ഷേ ഇത്തരത്തിൽ
ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ശരിയായ തീരുമാനം ഒരു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്കകത്ത് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചേ മതിയാവത്തുള്ളൂ. അത് അവരുടെ സമയം കളഞ്ഞും അവിടെ അല്ലെങ്കിൽ സ്വഭാവം നഷ്ടപ്പെട്ടും ജീവിതം നഷ്ടപ്പെട്ടും ഒക്കെ ഇറങ്ങിത്തിരിച്ചേ ശരിയാവത്തുള്ളൂ. അത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾ ആയിട്ട് നമുക്കിപ്പം ഇതിനകത്ത് വെളിയിൽ വന്ന സ്ത്രീകളെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോൾ സംസാരിച്ച അവസ്ഥയല്ല, ഇത് വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. ഇത് ഉള്ളിലോട്ട് കയറും തോറും വളരെ ഭീകരമാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇതിനിറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾക്ക് നമുക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് അവരെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി.